ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്നൊരു ഫോണ്ടൻറ്റ് വർക്കാണ്, തീം കേക്കാണ്, വാട്ടർമെലോൺ തീം കേക്കാണ്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കൊച്ചിന് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. അവന് വാട്ടർമെലോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേക്ക് ഒരു വാട്ടർമെലോൺ കേക്ക് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്ക് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും ചെയ്തപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഫോണ്ടൻറ്റ് വർക്ക്സിന് വേണ്ടത് CMC പൗഡറും കോൺഫ്ലോറും മിക്സ് ചെയ്ത് നമ്മൾ ആ ഷീറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ആദ്യം ഞാൻ റെഡ് കളർ ഫോണ്ടൻ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ പൗഡർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഫോമിൽ കിട്ടുന്നത്. സ്റ്റിക്കി കൺസിസ്റ്റൻസി അല്ലാതെ വേണം കിട്ടാൻ. എന്നിട്ട് 2 വാട്ടർമെലോൺ ആണ് ഞാൻ വിചാരിക്കുന്നത്, സോ 2 ബോൾസ് ആക്കി എടുത്തു. എന്നിട്ട് അതിൻ്റെ കുരു പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ ചിയാ സീഡ്സോ അല്ലെങ്കിൽ കറുത്ത എള്ളുണ്ടല്ലോ അതെങ്കിലും ആയാലും മതി. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബോൾ പോലെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ഫോണ്ടൻ്റാണ്. അപ്പോൾ അതും ഇതുപോലെ CMC പൗഡർ അതിൽ മിക്സ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും 2 പോർഷൻസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കൈ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റെഡ് കളർ ഫോണ്ടൻ്റ് നമ്മൾ ബോൾ പോലെ ആക്കിയത് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തെ ബോളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ ഫോണ്ടൻ്റാണ്. അപ്പോൾ ഗ്രീൻ കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ CMC പൗഡറിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർമെലോണിൻ്റെ ടോപ്പ് പോർഷനിൽ വെച്ച് കൊടുക്കാനാണ്. ഇപ്പോൾ 2 എണ്ണം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ആ ഗ്രീൻ ഫോണ്ടൻ്റ് 2 പാർട്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വൈറ്റ് ബോൾ ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഓവൽ ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് വാട്ടർമെലോണിൻ്റെ ഷേപ്പൊക്കെ കിട്ടുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ 2 എണ്ണം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ടോപ്പ് പോർഷനിൽ വെക്കാൻ വേണ്ടി ചെയ്ത് വെച്ച ആ ഫോണ്ടൻ്റ് ഇപ്പം തന്നെ അങ്ങ് കൈയോടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. വൺസ് ഈ ഫോണ്ടൻ്റ് ഒന്ന് ഉണങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർഡായിപ്പോൾ. അപ്പോൾ ഈ സമയത്ത് തന്നെ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ടാവും.
ഇനി ഞാനിവിടെ ബ്ലാക്ക് എഡിബിൾ സ്കെച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് അതും കൊണ്ട് ജസ്റ്റ് ലൈൻസ് സിഗ്സാഗ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർമെലോൺ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാട്ടർമെലോണിൻ്റെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ ഇത്രയും മെനക്കെട്ടതല്ലേ, അപ്പോൾ അകത്തെ പോർഷനും കൂടെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ വാട്ടർമെലോൺ കട്ട് ചെയ്യുമ്പോൾ ഉള്ള കളറും ഉള്ളിലെ സീഡ്സ് ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നിക്കും അല്ലേ. അപ്പം ഞാൻ 2 എണ്ണം ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം ഫുള്ളായിട്ട് തന്നെ കേക്കിൻ്റെ മുകളിൽ വെക്കാമെന്ന്. സോ അടുത്തത് കട്ട് ചെയ്തില്ല. ഇനി വാട്ടർമെലോണിൻ്റെ കട്ട് ചെയ്ത പീസസും കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വീണ്ടും ഞാൻ റെഡ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഒന്ന് CMC പൗഡർ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ സീഡ്സിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വൈറ്റ് ഫോണ്ടൻ്റ് ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ആ വൈറ്റ് ഫോണ്ടൻ്റ് ആ റെഡിൻ്റെ ചുറ്റിനും ബോർഡറായിട്ട് വേണം കൊടുക്കാനായിട്ട്. അതിനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത ഇനി നമുക്ക് ഗ്രീൻ കളറാണ് വേണ്ടത്. അപ്പോൾ ഗ്രീൻ കളർ എടുത്തിട്ട് നെക്സ്റ്റ് ബോർഡർ ആയിട്ട് കൊടുക്കണം. ഇനി ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പിസ്സ കട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർമെലോൺ കട്ട് ചെയ്ത പോലത്തെ ഒരു ലുക്ക് കിട്ടും. ഇങ്ങനെ ആസച്ച് നമുക്ക് കേക്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ കാരണം സ്റ്റിക്കെ കുത്തി വെച്ചിട്ട് എനിക്ക് കേക്ക് ടോപ്പറായിട്ട് വെക്കാനായിരുന്നു. അപ്പോൾ ഇതിന് ഇച്ചിരി വിത്ത് കുറവായതുകൊണ്ട് ഡയറക്റ്റ്ലി ഇതുപോലെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫോണ്ടൻ്റ് വർക്ക്സൊക്കെ ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കും. അപ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്ന് ഹാർഡായിക്കോളും. ഇതാണ് കേട്ടോ കേക്ക്. അപ്പം ഞാൻ റെഡും ഗ്രീനും അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പോർഷൻ വൈറ്റ് ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ടോപ്പേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോക്കോ ചിപ്സ് വെച്ചിട്ട് ആ സീഡ്സിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചോക്കോ ചിപ്സാണ് കുത്തി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരു വാട്ടർമെലോൺ തീമൊക്കെ ഒപ്പിച്ചു കൊടുത്തു. കൊച്ചിനും ഈ കേക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.